അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ചെയ്യാൻ പോകുകയല്ല, നമ്മുടെ കമ്പനിയിൽ കണ്ട കാര്യമാണ് നോക്കണേ. നമ്മൾ സോപ്പ് വെച്ച് കൈ കഴുകുന്ന, നമ്മൾ കമ്പനിക്കാർ പറ്റിക്കുകയാണ്. സോപ്പ് വെച്ച് കൈ കഴുകുന്ന 99.9% ജെയിംസിനെ നശിപ്പിക്കുമെന്ന് പറയുന്നത് അവർ പറ്റിക്കുകയാണ്. ശരിക്കും പറഞ്ഞത് പറ്റുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു സോപ്പ് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള ജെയിംസിനെ നശിപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള അണുക്കളെ ഒരിക്കലും ഒരു സോപ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം സോപ്പിൽ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള ജെംസിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം അടങ്ങിയിട്ടില്ല. പകരം നമ്മൾ സോപ്പ് ഓയിൽ എന്നീ സാധനങ്ങളിൽ ഉള്ളത് രണ്ട് ഇതാണ്. അതിന് എന്ന് പറഞ്ഞാൽ സോപ്പിനൊരു ടെയിലും ഒരു ഹെഡും ഉണ്ട്. അപ്പോൾ ആ ഹെഡ് ഒരിക്കലും വെള്ളത്തിനെ അട്രാക്റ്റ് ചെയ്യില്ല. അതുപോലെ ടെയിൽ ഒരിക്കലും അണുക്കളെയും അട്രാക്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും റിപ്പൽ ചെയ്താണ് വെക്കുള്ളൂ. ഏകദേശം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാന്തത്തിൻ്റെ നോർത്ത് സൈഡ് മറ്റു കാന്തത്തിൻ്റെ നോർത്ത് സൈഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല, പകരം റിപ്പൽ ചെയ്യുകയാണ്. പകരം നോർത്തും സൗത്തും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ സോപ്പ് ഓയിലിൻ്റെയൊക്കെ ആ മോളിക്യൂൾസിൽ ഒരു സൈഡ് അതിന് ഒരു ഹെഡ് ഒരു ടെയിലും ഉണ്ട്. അതിൽ ടെയിൽ ഭാഗം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ അട്രാക്റ്റ് ചെയ്യുകയും ഹെഡ് ഭാഗം, അതിൻ്റെ തലഭാഗം നമ്മുടെ കയ്യിലൊക്കെ ഉള്ള അണുക്കളെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ചെളികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ വെള്ളത്തിൻ്റെ ഒപ്പം ഹെഡ് വെള്ളത്തിലെ ടെയില് വെള്ളത്തായിട്ട് അട്രാക്റ്റ് ചെയ്തിരിക്കണം. കാരണം അതിൻ്റെ സോപ്പിൻ്റെ ടെയിൽ ഭാഗം വെള്ളത്തായിട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഹെഡ് ഭാഗത്ത് അണുക്കളും പറ്റിപ്പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ അനുസരിച്ച് വെറുതെ ഒഴുകി പോവുകയുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരിക്കലും ഒരു ജെയിംസ് നശിപ്പിക്കില്ല. അത് പകരം സാനിറ്റൈസറൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നശിപ്പിക്കും. ഒരിക്കലും നമ്മുടെ ഇതിലുള്ള സോപ്പുകൾ നമ്മുടെ കയ്യിലുള്ള അണുക്കൾ ഒരിക്കലും നശിപ്പിക്കാൻ സോപ്പുകൾക്ക് കഴിയില്ല, അതിനുള്ള കഴിവില്ല. വെറുതെ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എടുത്ത് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്ന താഴെയാണെങ്കിൽ ആ വെള്ളം നേരെ നിന്ന് താഴെ ഇതായി കിടന്നു, പിന്നെ അണുക്കൾ അവിടെ ഉണ്ടാകും. ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നുള്ള അണുക്കൾ അത് ഒരിക്കലും നശിപ്പിച്ച് കളയില്ല. അപ്പോൾ നമ്മളെ കമ്പനിക്കാർ പറ്റിക്കുകയല്ലേ. അപ്പോൾ പിന്നെ കുറേ പേർക്ക് സംശയം ഉണ്ടാകും, ഞാൻ എന്ത് ഈ പൊട്ടതേരാണ് വിളിച്ചിറങ്ങുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടിയത് ഒരു ബുക്കിൽ നിന്നാണ്. ഏതാ ബുക്കിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബുക്കാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവാണിത്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് കയ്യിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുള്ളൂ, അത് നശിപ്പിച്ച് കളയില്ല. സോപ്പ് ഓയിൽ എന്നുള്ള സാധനങ്ങൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നശിപ്പിച്ച് കളയില്ല, ഇതിങ്ങനെ വെറുതെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ എനിക്ക് ഇതേപോലെ പരസ്യം ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്താലും ഇതിനെപ്പറ്റി ആകാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോകില്ല എന്ന് ഞാൻ പൊട്ടത്തരമല്ല പറഞ്ഞത്. ഞാൻ ബുക്കിൽ നോക്കിയപ്പോൾ ബുക്ക് പഠിച്ചതിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഇതായത് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇതാക്കുന്നത്. അല്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് നശിപ്പിച്ച് കളയില്ല അത് ഒരിക്കലും. നമ്മുടെ കയ്യിൽ നിന്ന് അണുക്കളെ നശിപ്പിച്ച് കളയില്ലെന്ന് മാത്രമല്ല, സോപ്പ് ഓയിൽ എന്നീ പറയുന്ന സാധനങ്ങൾ നമ്മുടെ വെള്ളത്തിനും ദോഷകരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇരിക്കുന്നത് ഇങ്ങനെ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിനായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിനുള്ള അതിൻ്റെ പേരാണ് സർഫസ് ടെൻഷൻ. വെള്ളത്തിനല്ല, ലിക്വിഡ് ഫോമിലുള്ള കുറേ സാധനങ്ങൾ, മിക്ക സാധനങ്ങൾക്കും സർഫസ് ടെൻഷൻ ഉണ്ട്. മെർക്കുറിക്ക് സർഫസ് ടെൻഷൻ ഉണ്ട്. മെർക്കുറിക്കാണെന്ന് തോന്നുന്നു. മെർക്കുറിക്ക് സർഫസ് ടെൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലിക്വിഡ് ഫോമിലുള്ള എല്ലാ സാധനത്തിനും ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന് ഇങ്ങനെ ഒരു പോലെയുള്ള ഷേപ്പിൽ സ്ട്രക്ചർഡ് മെംബ്രെയിനായിട്ടിരിക്കുക. അതുമാത്രമല്ല, കുറഞ്ഞ സ്ഥലത്ത് ഇത്തിരി കൂടുതൽ സാധനം ഇരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ലിക്വിഡ് സാധനത്തിൻ്റെയൊക്കെ സർഫസ് ടെൻഷൻ നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ വെള്ളത്തിൻ്റെയൊക്കെ നഷ്ടപ്പെടും. അപ്പം നമ്മുടെ വെള്ളത്തിനൊക്കെ ദോഷകരമാണത്. അതാണ് പറയുന്നത്, ഈ പുഴയിലൊക്കെ നിന്ന് ഈ അലക്കുന്നവരോട് അലക്കരുതെന്നൊക്കെ പറയുന്നത് സർഫസ് ടെൻഷൻ, വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുഴക്കടവിൽ നിന്ന് അലക്കുമ്പോൾ അലക്കരുതെന്നൊക്കെ വലിയ ആൾക്കാർ പറയുന്നത്. ഈ സർഫസ് ടെൻഷൻ ഉണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വെള്ളത്തിൻ്റെ ഏകദേശം മിഡിൽ ഭാഗം ഏകദേശമൊക്കെ വരുമ്പോൾ എല്ലാ സൈഡിലേക്കും ഒരു സ്ട്രെച്ചഡ്
ഇങ്ങനെ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്തിരിക്കും. മുകൾ ഭാഗത്ത് മാത്രം, മുകളിലേക്ക് പിന്നെ മോളിക്യൂൾ ഇല്ലാത്തതുകൊണ്ട് സൈഡും പിന്നെ അടിയിലേക്കും മാത്രം ഒരു മോളിക്യൂൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിവ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ സ്ട്രക്ചർ അങ്ങനെ വരാൻ കാരണം, ഒരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെ അത് വരാൻ കാരണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ മെംബ്രെയിൻ അങ്ങനെ തന്നെ നശിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ നഷ്ടപ്പെട്ട വെള്ളം പിന്നെ സർഫസ് ടെൻഷൻ ഇല്ലാത്ത വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സർഫസ് ടെൻഷൻ്റെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചേമ്പിലയിലൊക്കെ വെള്ളം വീണ് നിൽക്കുമ്പോൾ ഇങ്ങനെ റാ പോലെ നിൽക്കുന്നത് ഉദാഹരണമാണ്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ പൈപ്പൊക്കെ നിറഞ്ഞതായി കഴിയുമ്പോൾ ബക്കലിലെ തുമ്പത്ത് ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്തിരി വെള്ളം പൊങ്ങി വയ്ക്കൂലേ. കുറേ പേര് അതിനെ പ്രഷറെന്നും പറയാറുണ്ട്. പക്ഷെ അത് പ്രഷർ എന്ന് പറയുമ്പോൾ അടിയിലേക്ക് വെള്ളത്തിലൊക്കെ അടിയിലേക്ക് പോകുന്നവരാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് സർഫസ് ടെൻഷനാണ്, ഇത്തിരി ഇങ്ങനെ പൊങ്ങി വെക്കുന്നത് അതിൻ്റെ സർഫസ് ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു പറ്റിക്കുകയാണെന്നാണ്. അവർ 99.9% ജെംസിനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ പറ്റിക്കില്ലല്ലേ. അതുപോലെ കുറച്ചാൾ മുമ്പ് കൊറോണ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർ പറയുമായിരുന്നു കൊറോണ വൈറസിനെ ഞങ്ങളുടെ ഇതിൽ നശിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ശരിയാണ്. അത് വരുമ്പോൾ അല്ലേ ഇന്ന സാധനത്തിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് അവകാശം പറയാൻ പറ്റുള്ളൂ. ശരിക്കും അത് വേറൊരു അവകാശമാണ്. ശരിക്കും ഒരിക്കലും അതിന് കൊറോണ വൈറസിനെ നശിപ്പിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ സോപ്പ് കമ്പനിക്കാർ നമ്മളെ പറ്റുകയാണ്. പകരം നമ്മുടെ കയ്യിലുള്ള അവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. കയ്യിലെ അണുക്കൾ എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും, പക്ഷെ നശിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ അവർ പറയുന്നത് എന്താണ്, നശിപ്പിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇത് വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകി ആ വെള്ളം പിന്നെ താഴേക്ക് പോകുമ്പോൾ ആ അണുക്കൾ താഴെ പോയി ഇതാവുകയാണ്. അതൊരിക്കലും നശിപ്പിക്കില്ല. കുറേ പേര് വിശ്വസിച്ചിരിപ്പുണ്ട് നശിപ്പിക്കുകയാണെന്നാണ് നമ്മുടെ കയ്യിലുള്ള അണുക്കളേക്കാൾ സോപ്പ്. അപ്പോൾ സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.